കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കിഴക്കേ അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മലമ്പ്രദേശമാണ് കക്കടംപൊയിൽ. ചന്തുവായിട്ട് രാവിലെ ഞങ്ങൾ അവിടെ എത്തിയത് മല കയറാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെയാണ്. ആശാനാണെങ്കിലും കുറച്ചു ദൂരമൊക്കെ നടന്നു. പിന്നീട് എൻ്റെ പുറത്ത് കയറിയിട്ടായിരുന്നു അവൻ്റെ യാത്ര. അങ്ങനെ ചെറിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ചന്തുവും ഉന്മേഷത്തോടെ തന്നെ മല അങ്ങ് കയറി. പിന്നെ റോഡൊക്കെ കഴിഞ്ഞിട്ട് പുല്ലിലൊക്കെ അങ്ങനെ പിടിച്ചു കയറാൻ തുടങ്ങിയപ്പം ആൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കല്ലിലൊക്കെ ചവിട്ടി കയറാനൊക്കെ തനിയെ കയറി. നമ്മളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൂര്യൻ ഉദിക്കുന്ന ഒരു സമയമാണ് നേരത്ത് ഈ പുൽത്തളിർപ്പിലൊക്കെ പ്രകാശം വന്ന് തട്ടുമ്പം ഒരു പ്രത്യേക ഒരു രസകരമായ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് ഏകദേശം മുകളിലേക്ക് എത്തി. മുകളിലെത്തിയപ്പോൾ ചന്തുവിനാണെങ്കിലും ഭയങ്കര ഉത്സാഹമായിരുന്നു. വളരെ ഒരു സ്വപ്നതുല്യമായ ഒരു കാഴ്ചയാണ് നമുക്ക് അതിരാവിലെ ഈ കക്കടംപൊയിലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ കാണാൻ കഴിയുക. എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് തോന്നും. ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കക്കടംപൊയിൽ. അവിടെയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. 2 മലകളായിട്ടാണുള്ളത്. നമുക്ക് കയറി ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. തൊട്ടടുത്താണ് ഒരുപാട് റിസോർട്ടുകളുണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ മല കയറാൻ തുടങ്ങാം. മലമുകളിൽ ചെന്നിരുന്ന് നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് കാണാം. പിന്നെ ചില ടെൻറ്റിലൊക്കെ ആളുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട് അവിടെ. ഞങ്ങളും അവിടെ ചെലവഴിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു കുഞ്ഞിന് ചെരുവിലായിട്ട് 3 പേരും കൂടെ ഒരു പാറേൻ്റെ മേലെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് പോയത്. അവിടെ ഇരുന്നതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ വെയിലും എല്ലാം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. കോഴിക്കോട് ടൗണിൽ നിന്നൊക്കെ നമുക്കൊരു മോർണിംഗ് റൈഡ് പോകാൻ പറ്റിയ സ്ഥലമാണ് കക്കടംപൊയിൽ. പിന്നെ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പൊടിമഴയൊക്കെയുള്ള സമയത്ത് പോകുന്നതായിരിക്കും കക്കടംപൊയിലിൻ്റെ ആ ഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചൊരു അടിപൊളി ട്രിപ്പായിരുന്നു കക്കടംപൊയിലേക്ക് രാവിലെ പോയത്.